ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, വ്യാപാരത്തിലുള്ള റിലേഷൻഷിപ്പ് റഷ്യയുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ലോകത്തിൽ വലിയൊരു സൈനിക ശക്തിയായിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റഷ്യയുമായിട്ട് ഒട്ടി നിൽക്കാനായിട്ട് എന്നതാണ് നല്ലത്. കാരണം ചൈനയേക്കാൾ വലിയൊരു സൈനിക ശക്തിയാക്കി ഇന്ത്യയെ മാറ്റാനായിട്ട് റഷ്യക്ക് സാധിക്കുമെന്നുള്ളൊരു റിയാലിറ്റിയാണ്. പക്ഷേ നമ്മൾ വെറും സൈനിക ശക്തി കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മളൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വരാതെ ഒരു സൈനിക ശക്തിയായിട്ട് മാത്രം നിലനിർത്തുന്നതുകൊണ്ട് അർത്ഥമില്ല. ചാണക്യൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു രാഷ്ട്രതന്ത്രത്തിൽ ശക്തനോടെപ്പോഴും നമ്മളൊരു അല്പം വിധേയത്വം കാണിക്കണം. അതുപോലെ ദുർബലനെ നമുക്ക് ആജ്ഞാപിക്കാം, സമന്മാരാണെങ്കിൽ അവരുമായിട്ട് ചർച്ചകൾ നടത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രാഷ്ട്രതന്ത്രത്തിൽ ഈ തിയറി നമ്മൾ സ്വീകരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് അമേരിക്ക എന്ന് പറയപ്പെടുന്ന രാജ്യം ശക്തനാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്കയെ പിണക്കിക്കൊണ്ട് നമ്മളെപ്പോലൊരു രാജ്യത്തിന് എക്കണോമിക്കലി വളർന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല, സാമ്പത്തികമായിട്ട് വളരുവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ വളർച്ചാ നിരക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ച നേരിടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയാണ്. ചൈനയെ പോലും മറികടക്കാൻ സാധിക്കുന്ന ഒരു ഇക്കോണമിയാണ് നമ്മൾ. ഈ സമയത്ത് നമ്മൾ കുറേ ഉപരോധങ്ങളൊക്കെ നേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലത്തേക്കെങ്കിലും നമ്മൾ പിടിച്ചു കെട്ടപ്പെടും. അപ്പം നമ്മുടെ ശത്രുക്കളൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ ചെറിയ ഉപരോധങ്ങൾ നമുക്ക് വന്നാലും കുഴപ്പമില്ലെന്നുള്ളതാണ് സത്യത്തിൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമുക്കത് പറ്റത്തില്ല. അമേരിക്കയായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര ഡീലുകൾ നടത്തി നമ്മുടെ സാമ്പത്തിക രംഗത്തിലേക്ക് കൂടുതൽ ഉണർവുണ്ടാക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നല്ലത്. പിന്നെ റഷ്യയായിട്ട് നമ്മളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും നമ്മൾ കളഞ്ഞു കുളിക്കാൻ പറ്റത്തില്ല. കാരണം അമേരിക്കയെ പൂർണ്ണമായിട്ട് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അമേരിക്കയിലെ ഓരോ പ്രസിഡന്റുമാർ വരുമ്പോഴും അവർ ഓരോ രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള ഒരു നിലപാടുകളില്ലാത്ത ഒരു രാജ്യമായി അമേരിക്ക എന്ന് പറയുന്നത്. അവരുടെ രാജ്യത്തിന് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടുന്ന രീതിയിൽ കൂടെ മാത്രമേ അവർ കാര്യങ്ങൾ ഓടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ എപ്പോഴും പൂർണ്ണമായിട്ട് അന്ധമായിട്ട് വിശ്വസിക്കരുത്. കാരണം പ്രത്യേകിച്ച് പ്രതിരോധ രംഗത്തെ എപ്പോഴും അമേരിക്കൻ ആയുധങ്ങൾ ഒരു പരിധി കൂടുതലൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയപ്പെടുന്നത് നമുക്കൊരു നിർണായക ഘട്ടം വരുമ്പോൾ അവർ സ്വാധീനം ചെലുത്താനായിട്ട് അവർ പറയുന്ന തീരുമാനത്തിൽ നമ്മൾ വഴങ്ങേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമുക്കിപ്പോൾ പണ്ടുണ്ടായിരുന്ന ആ ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തം നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഇനിയുള്ള അതിൻ്റെ വേർഷനുകൾ വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതിന് നമുക്ക് സാങ്കേതികവിദ്യ എവിടെ നിന്ന് കിട്ടുന്നുവോ അവിടുന്ന് വാങ്ങിക്കുക, അതേ ഉള്ളൂ.